ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത് ഓൾറെഡി ഈ വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് 1 മിനിറ്റ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏട്ടൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിനെതിരെ എന്നല്ല, ഞാൻ അതിൽ ക്യാപ്ഷൻ കൊടുത്തത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കുറച്ച് നെഗറ്റീവ്സ്, കുറച്ച് മാത്രം, എനിക്ക് തോന്നുന്നു 90% ഒരു 5-6% മാത്രം ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുമല്ല, അല്ലെങ്കിൽ ഇവരെ നെഗറ്റീവ് ആക്കിയിട്ടുമല്ല ഞാൻ അക്കാര്യം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആ വീഡിയോയിൽ കറക്റ്റ് ക്യാപ്ഷൻ ശ്രദ്ധിക്കുക. ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്, മുഷിഞ്ഞതും കീറിയതും വൃത്തിയില്ലാത്തതും കൊടുക്കാതിരുന്നാൽ പോരെയെന്ന്. അല്ലേ? അങ്ങനത്തത് കൊടുക്കാതിരുന്നാൽ പോരെ. അല്ലാത്ത ഡ്രസ്സുകൾ എന്താ ഉപയോഗിച്ചാൽ? അപ്പം അത് ചില ആളുകൾ പറയുന്നു, അവരുടെ സാഹചര്യം ഓർത്തിട്ട്, അവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട്, അവർ പാവങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് പഴയത് കൊടുക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാ, സ്കിൻ ഇൻഫെക്ഷൻ വരില്ലേ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ കണ്ടു. അപ്പോൾ അതങ്ങനെ ഇത്രയും പേര്, അതായത് എനിക്ക് തോന്നുന്നു 300K എബോ ആളുകൾ ഇപ്പോൾ വീഡിയോ എപ്പോഴും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അതിൽ 80% മേലെ ആളുകൾ ഉദ്ദേശിച്ചും ഇത്രയേ ഉള്ളൂ. എത്രയോ വ്യക്തികൾ അവരുപയോഗിക്കുന്ന ഡ്രസ്സിൽ തന്നെ നല്ലത് നോക്കിയിട്ട് ഇവരുടെ സാഹചര്യം കേട്ട വഴിക്ക് എടുത്ത് കൊടുത്തവരുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും കുറച്ച് പേര് കീറിയതോ, പക്ഷേ ഈ വീഡിയോയിലൊന്നും കാണുമ്പോൾ അങ്ങനെ ഒരു കീറി നാശമായി പന്നസ് കൊടുത്തതുപോലൊന്നും ഇല്ല. എന്നാലും അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പഠിച്ചവനും ആയിക്കോളും. അതിനെതിരെ ആരും ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ല. ഇവർക്ക് ഉരുൾപൊട്ടൽ വന്ന് ഇവർ ഇത്രയും പേര് ഇത്രയും വിഷമത്തിലാണെങ്കിൽ ഈ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് വരുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഈ വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്ന ഈ കമൻറ്റ് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഇത്രയും ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഷോർട്സിൽ ഈ വീഡിയോ ഇട്ടതിൽ കമൻറ്റ് കൊടുത്തിട്ട് എത്രയോ ഒരു സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ, അതായത് 6 മാസം പ്രായമായ കുഞ്ഞിൻ്റെ ഡ്രസ്സ് വരെ അവർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം കൊടുത്തിരിക്കുന്ന നല്ല ഡ്രസ്സുകൾ തന്നെ ഒരാൾ ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട്. കാരണം ഇവിടുത്തെ വിഷയം വേറെയാണ്. ആരെങ്കിലും വീട്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലുള്ള പഴയ ഡ്രസ്സ് അങ്ങോട്ട് എടുത്ത് കൊടുത്തതല്ല. ഇങ്ങനെ ഉരുള് പൊട്ടി, അല്ലേ, ദേഹത്ത് വസ്ത്രമില്ലാതെ എന്ന് തന്നെ പറയേണ്ടി വരും. ദേഹത്ത് വസ്ത്രമില്ലാതെ, അല്ലെങ്കിൽ അഴുക്കും വെള്ളവുമായിട്ട് വീട് വരെ നശിച്ചു. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരവസ്ഥയിൽ പഠിച്ചോനെ ആ ഒരു ഗതി ആർക്കും വരുത്താതെ നിൽക്കട്ടെ. ആ ഒരവസ്ഥയിൽ ഒരു പറ്റം ജനങ്ങൾ ഇന്ന നാട്ടിൽ ഇങ്ങനെ അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് ഓരോ സംഘാടകരും ക്ലബ്ബുകാരും ഒക്കെ വീട്ടിൽ പോയിട്ട് പറയുമ്പോൾ നമ്മൾ ആ മനസ്സുകൊണ്ട് പെട്ടെന്ന് പിടിച്ചിട്ട് അവരുടെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന വസ്ത്രങ്ങൾ വരെ എടുത്തു കൊടുത്തവരുണ്ട്. ഇനി അതും പോരാത്തതിന് ഏതെങ്കിലും പാവങ്ങൾ വരുമ്പോൾ, ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, പാവങ്ങൾ വരുമ്പോൾ എടുത്തു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പോൾ നമുക്ക് ടൈറ്റായതും അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഉള്ള ഡ്രസ്സുകളൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്, അതുമൊക്കെ എടുത്തു കൊടുത്തവരുണ്ടാവും. ഇനി ആ കൊടുത്തവരെക്കാൾ കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ഈ മഴയത്ത് അവർക്ക് ഉരുൾ പൊട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ, ചുരമൊക്കെ കൂടി ബ്ലോക്കാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ പല പാലങ്ങളും മുങ്ങി, റോഡൊന്നുമില്ല. എന്നിട്ടും ഈ മലയും കുന്നും ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടി വാഹനം ഓടിച്ച് അവിടെ എത്തിയിട്ട് നിങ്ങൾ പഴയത് കൊടുത്തച്ചിട്ടില്ലേ വേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ ഉപകാരങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ സംസാര രീതിയാണ് തെറ്റിപ്പോയത്. നിങ്ങളുടെ സംസാര രീതി തന്നെയാണ് തെറ്റിപ്പോയത്. ഇപ്പോൾ ഒരുപാട് പുതിയ വസ്ത്രങ്ങൾ വന്നത് കൊണ്ടല്ലേ. ഇപ്പം അത്യാവശ്യം ഡ്രസ്സുള്ള എനിക്ക് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന അലർജി വരുമോ, അങ്ങനെ വരും എന്ന് ചിന്തിക്കേണ്ട സാഹചര്യമല്ല പ്രിയ സുഹൃത്തുക്കളെ. ഇങ്ങനൊരു അവസരം കേട്ടപ്പോൾ എടുത്തു കൊടുത്തതാവാം. പിന്നീടാണ് എല്ലാവരും പുതിയ പുതിയ ഡ്രസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഇനി നിങ്ങൾ ആരും വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ മാറ്റി വെച്ചതോ ആയ വസ്ത്രങ്ങൾ ഇവിടേക്ക് വേണ്ട. ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇവിടേക്ക് അൽഹംദുലില്ലാഹ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇതൊന്നും അലൗട്ടല്ല. പിന്നെ ഞങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോളാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയേണ്ടിയിരുന്നു. ഇനി അഥവാ അതിൽ ആരെങ്കിലും അലക്കാത്തത് കൊടുത്തയച്ചവരുണ്ട്, ഇനി അവരുടെ മനസ്സ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ വേണമെങ്കിൽ അലക്കാത്ത കൊടുത്തയച്ചവരിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവട്ടോ. ചിലപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ അവർക്ക് വേറെ വസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, അവരുള്ളതുകൊണ്ട് എടുത്ത് കൊടുത്ത് പോയിട്ടുണ്ടാവാം. പക്ഷെ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തവർക്കെതിരെ നിങ്ങളൊന്ന് പറയുക.
ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഒരുപാട് പേര് അവരുടെ വസ്ത്രങ്ങൾ കൂടെ കൊടുത്ത് ഏൽപ്പിച്ചപ്പോൾ ഇങ്ങനെ കീറിയത് മുഷിഞ്ഞതൊക്കെ കൊടുത്തവർ കാരണം വളരെ ബുദ്ധിമുട്ടായി. ഇവിടെ സ്ഥലവും ഇല്ല, എന്താ ഇപ്പം ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ഇങ്ങനെ കൊടുത്തേക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറയാം, നിങ്ങൾ അയച്ച വസ്ത്രങ്ങളെല്ലാം തന്നെ അർഹതപ്പെട്ടവരിലേക്ക് എത്തും, ചെയ്തവരോടൊരു നന്ദിയും. ആ ഒരു രീതിയിലായിരുന്നു നിങ്ങൾ കാര്യം പറയേണ്ടത്, അല്ലാണ്ട് അടച്ചാക്ഷേപിക്കുകയല്ലായിരുന്നു വേണ്ടത്. ഇതിൽ കുറേ നെഗറ്റീവ് ഇടുന്നവരോട് ഞാൻ ഇതിലെല്ലാം ഷോർട്സിൽ ഞാൻ ഇട്ട ഒരു മിനിറ്റിൻ്റെ വീഡിയോക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 300K എബോ ആളുകൾ ഇത് ചർച്ച ചെയ്യേണ്ട സാഹചര്യത്തിൽ പലർക്കും മറുപടി കൊടുത്തു ഞാൻ മടുത്തു. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഇടാം എന്ന് കരുതി. വീണ്ടും പറഞ്ഞു, വൃത്തിയില്ലാത്തതോ മുഷിഞ്ഞതോ കീറിയോ ഡ്രസ്സുകളെല്ലാം, അല്ലാതെ ഒരാൾ ഉപയോഗിച്ച ഡ്രസ്സ് എന്താ ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർക്ക് തന്നെ എത്രയോ പൈസക്ക് ആവശ്യം ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോടികൾ ഓഫർ നമ്മൾ കേട്ടു, ഇതൊന്നും ഇവരെ പോക്കറ്റിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഡെയിലി ബിരിയാണി കിട്ടുന്നുണ്ടാവും, മാറ്റാൻ പുതിയ വസ്ത്രങ്ങൾ കിട്ടുന്നുണ്ടാവും. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൻ്റെ അവസ്ഥ എന്താ? എല്ലാം പോട്ടെ, അവർക്ക് പേഴ്സണലായിട്ട് പല ആവശ്യങ്ങളുണ്ടാവും. ഈ പഴയ വസ്ത്രങ്ങൾ, അതായത് പഴയ മുഷിഞ്ഞതല്ല, അതിൽ നല്ല വസ്ത്രങ്ങൾ കൊടുത്തിട്ട് ബാക്കി പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നവരോട് നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ചാൽ, പുതിയ വസ്ത്രങ്ങൾ വേണ്ട, അവർക്ക് ആവശ്യത്തിന് വസ്ത്രം നിങ്ങൾ എന്തെങ്കിലും ഇവരുടെ കയ്യിൽ കൊടുക്കാനാണ്. ഒരു 100 രൂപ അവർക്ക് ആരും അറിയാതെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയോ ഉപകാരമാവും അവർക്ക്. കാരണം അവർക്ക് കോടികൾ ഓഫർ ഉണ്ടെങ്കിൽ വീടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കാം, എന്നാലിപ്പോൾ ഒരു 100 രൂപ കൊടുക്കാനായിരിക്കും ആരില്ലാത്ത. ഒരു സിഗരറ്റ് വലിക്കുന്നതിനൊന്നും പറയല്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങനത്തെ പല പേഴ്സണലായിട്ട് ആഗ്രഹങ്ങളുള്ളവരും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ. ഇനി ഒരിക്കലും ഈ വിഷയം എടുത്തിടാനല്ല ഞാൻ പറയുന്നത്, ഇതൊന്നും ആരും അവിടെ ചെയ്ത് കൊടുക്കില്ലല്ലോ. അപ്പോൾ ഇത് സിഗരറ്റ് വലിക്കാൻ പൈസ കൊടുക്കണം എന്നല്ല ഉദ്ദേശം, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞ. അങ്ങനെ പേഴ്സണലായിട്ട് പല കാര്യങ്ങളും മനുഷ്യരല്ല അവർക്കിപ്പോൾ അവരുടെ വീട് സ്ഥലം ഉരുൾ പൊട്ടിക്ക് പോകാൻ വരെ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി അഥവാ സമ്മതിച്ചാൽ തന്നെ വണ്ടിക്കൂലി ഉണ്ടോ അവരുടെ കയ്യിൽ? അപ്പോൾ ഈ വസ്ത്രങ്ങളിൽ നിന്ന് നല്ലത് നോക്കി മാറ്റി വെച്ചിട്ട് അങ്ങനെ കീറിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കുക. ചിലപ്പോൾ സ്മെല്ല്, മഴക്കാലമല്ലേ സുഹൃത്തുക്കളെ, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നല്ലവണ്ണം ഉണക്കിയിടാൻ സൗകര്യമില്ലാത്ത മലയാളികളുടെ വീട്ടുകളിൽ തന്നെ, മലയാളി നല്ല ലോകം മൊത്തം എന്ന് പറയാം, ഇപ്പോഴത്തെ ഈ മഴേൻ്റെ സമയത്തൊരു മണം ഉണ്ടാകും പൊതുവേ വസ്ത്രങ്ങൾക്ക്. അപ്പോൾ അത് വൃത്തിയുണ്ട്, കീറിയിട്ടില്ല എന്നൊക്കെ സ്മെല്ലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അലക്കി ഉപയോഗിക്കാമല്ലോ. എത്രയോ ആദിവാസികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ പേര് അവരുടെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ, ആ നാട്ടുകാർ ഒരിക്കലും അഹങ്കാരികൾ നിന്ന് നിങ്ങൾ വിളിക്കരുത് കേട്ടോ. ആ നാട്ടിൽ നിന്ന ആളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇതിൻ്റെ വളണ്ടിയേഴ്സും പിന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തകരും പറയുന്ന കാര്യങ്ങൾ, അതുപോലെ മൊയ്നുഖാൻ്റെ വ്ളോഗിലും ഇക്കാര്യം പറഞ്ഞു. അതിനെപ്പറ്റി ഒരു കമൻറ്റ് വന്നുകൊണ്ട് കേട്ടോ മൊയ്നുഖാൻ്റെ പേര് ഇതിലിടുന്നത്. മൊയ്നുഖാൻ്റെ ഒരു പേര് പോലും ഉച്ചരിക്കാൻ ഞാൻ ആരുമല്ല, കാരണം എത്രയോ പുണ്യ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവരുടെ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ മുഷിഞ്ഞത് പണം വൃത്തിയില്ലാത്തതെന്ന് പ്രത്യേകം. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ഇവിടെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ദയവ് ചെയ്ത് സഹായിച്ചില്ലെങ്കിൽ വേണ്ടില്ല, നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊടുത്തേക്കല്ലേ എന്നാണ് പറഞ്ഞതിൽ. രണ്ട് രീതി ആയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ വിമർശനം വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കടകളൊക്കെ ഉള്ളവരെന്താക്കിക്കോട്ടെ, പുതിയ വസ്ത്രങ്ങൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന നല്ല മനസ്സിലുള്ള ആളുകളുണ്ട്, അവരൊക്കെ കൊണ്ടുപോയി കൊടുത്തോട്ടെ. അല്ലാത്ത വ്യക്തികൾ പുതിയത് വാങ്ങി കൊടുക്കണമെന്നില്ല. അവരൊരു 100 രൂപയെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ. എന്നിട്ട് ഇതിൽ നിന്ന് പറ്റ കീറിയതൊക്കെ തുടയ്ക്കാനും പിടിക്കാനൊക്കെ എടുക്കാമല്ലോ. ഇനി അങ്ങനെ ചെയ്തവരെ മാത്രം വിമർശിച്ച ഈ കാണിക്കുന്നതിലൊക്കെ എന്ത് കുഴപ്പമുള്ള എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അതൊക്കെ നല്ല നല്ല ഡ്രസ്സുകളല്ലേ കസേരയിലൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കമൻ്റ് ഇട്ട് പലരും പറയുന്നത് ഞാൻ നല്ല വസ്ത്രങ്ങളാണ് കൊടുത്ത്, എൻ്റെ കുഞ്ഞുപയോഗിക്കണ വസ്ത്രങ്ങളാണ് കൊടുത്തതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ അടച്ചാക്ഷേപിക്കാതെ അതിൽ നല്ല വസ്ത്രങ്ങൾ കൊടുക്കുക, എന്നിട്ട് അത് ഉപയോഗിക്കുക. ഇനി അഥവാ ഇല്ലെങ്കിൽ എത്ര ആദിവാസികളുണ്ട് അവിടെ, അവർക്കിത് എത്തിച്ചൂടെ? എന്നിട്ട് നിങ്ങൾക്ക് ഈ കീറി പറഞ്ഞത് കൊടുത്ത് മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തവരോട് മാത്രം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് മറ്റുള്ളവർക്കൊരു നന്ദി പറഞ്ഞൂടെ? ഇപ്പം നിങ്ങൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഇതിന് കഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇടങ്ങേറന്നായിരിക്കും. എന്നാൽ ഇതൊക്കെ കൂടി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ആ വീഡിയോയിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ കാര്യം ഒന്ന് മനസ്സിലാക്കി സംസാരിക്കുക. ഒരാൾ ഉപയോഗിച്ച വസ്ത്രം അലർജി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത്, നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് തന്നെയല്ലേ ഇത് കൊടുക്കുന്നത്. ആദ്യമായി നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇങ്ങനെ വസ്ത്രമില്ലാതെ, ഉടുവസ്ത്രമില്ലാതെ, മാറ്റാൻ നിവൃത്തിയില്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ട് പലരും പുഴയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ അവസ്ഥയിൽ ഉള്ളത് കൊടുത്തവരാവും എല്ലാവരും. അതും ചിന്തിക്കണം. അല്ലാതെ ഈ അലർജി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള ഓപ്ഷൻ, രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെയൊക്കെ എൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ ചിന്തിക്കാനുള്ള ടൈമല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി അയ്യോ ഇത്രയും വസ്ത്രങ്ങൾ കൊടുത്ത മലയാളികളുണ്ട്, അവരൊക്കെ ഞാൻ നമിക്കുകയാണ്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇനി വേറെ ആരെങ്കിലും നിങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ വല്ല റോഡ് സൈഡിൽ വന്നിട്ട് വിൽക്കും. പണിക്ക് പോകാൻ ജീൻസും ഷർട്ടൊക്കെ വാങ്ങിക്കൊടുക്കുന്ന എത്രയോ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ ഡ്രസ്സ് എൻ്റെ കയ്യിൽ നിന്നൊക്കെ പഴയ ഡ്രസ്സുകൾ ഈ പിന്നെ പഞ്ചായത്ത് പണിക്ക് പോകുന്ന ആളുകൾക്ക് പഴയത് മതി മോളെ, പുതിയത് വേണ്ട, എനിക്ക് പഴയതിനാണ് വേണ്ടത്, പുതിയ ഡ്രസ്സുകൾ ഇഷ്ടംപോലെ അലമാറയിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിപ്പോയ ആളുകളുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ കൊടുത്തവർക്കെതിരെ അടിച്ചാക്ഷേപിക്കാതെ വീണ്ടും പറയുന്നു, മുഷിഞ്ഞത് കൊടുത്തയച്ചവരോടോ അല്ലെങ്കിൽ വൃത്തികേട് അലക്കാതെ കീറിയത് കൊടുത്തയച്ചവരോ അല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലെനിക്കൊന്ന് ഭാഗമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ, ബാക്കി മുക്കാൽ ഭാഗം മനസ്സറിഞ്ഞ് കൊടുത്ത ഡ്രസ്സുകളാണ്. ചിലപ്പോൾ ആർക്കും എടുക്കാനുണ്ടാവില്ല. ഇങ്ങനെ ഒരു അവസ്ഥ കേട്ടപ്പോൾ കൊടുത്തു പോയതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയല്ലേ എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആ പൈസ ഉണ്ടെങ്കിൽ അവർക്കൊരു 100 രൂപ കൊടുത്താൽ അവർക്ക് ഉപകാരമാവില്ലേ, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് തന്നെ കമൻറ്റിൽ എല്ലാവരും പറഞ്ഞു. പക്ഷെ ചില വ്യക്തികൾ മാത്രം വീണ്ടും വീണ്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞു. അത് കുറേ ഫേക്ക് ഐഡിയയിൽ നിന്നും വന്നിട്ട് പറയുന്നു, ഇവരെന്താ പാവങ്ങളല്ലേ, പിന്നെ ഇവരിപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചവരല്ലേ, ഇവർ അങ്ങനെയല്ല, നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച ആളുകളാണ് ഇവരൊക്കെ, നിങ്ങൾ പഴയത് കൊടുക്കാനാണോ നിൽക്കുന്നത് എന്നൊക്കെ. സാഹചര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇവിടെ എന്താ ചെയ്തത് സുഹൃത്തുക്കൾ, സഹോദരിമാർ അല്ലെങ്കിൽ ഈ സഹോദരന്മാർ എന്താ ചെയ്തത്, എത്ര റിസ്ക് എടുത്തിട്ട് ഇത് അവിടെ എത്തിച്ചു എന്നുള്ള കാര്യങ്ങളും കൂടി ആലോചിക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളല്ല എത്തിച്ചത്, കേരളം മൊത്തമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട നിലയ്ക്ക് വയനാട്ടിലൊരു വ്യക്തി എന്നുള്ള നിലവിൽ ഞാൻ ഇത് കൊടുത്തവരോട് നന്ദി പറയുകയാണ്, ക്ഷമ പറയുക. ഞാൻ നന്ദി പറയുന്നത് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക്, എൻ്റെ കുടുംബങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ട് കേട്ടപാട് നിങ്ങളെല്ലാവരും ഇത് ചെയ്തതിൽ നന്ദി പറയുന്നു. ഈ ഒരു സഹോദരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് അഹങ്കാരമാണ് നിങ്ങൾ പറയുന്നത്? അവർക്കൊരു അഹങ്കാരമില്ല, പാവം പിടിച്ച ജനങ്ങളാണ്. ആ ഒരു ഉണ്ണിമാഷിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഏതോ ജില്ലക്കാരനായിട്ട് ഇത്രയും വർഷം അവിടെ നിന്നത് അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക, അവരല്ല ഇതിലെ വളണ്ടിയേഴ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. ഇതിൽ നടന്നത് എന്താ മനസ്സിലായി, ഇത്രയും ചർച്ചയായ സ്ഥിതിക്കാണ് ഞാനിതൊരു വീഡിയോ ഇടുന്നത്. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുന്നിരിക്കുന്നു. ഇനി ഇതൊന്നും കേൾക്കാതെ വീണ്ടും അവരെ നിങ്ങൾ ചില കമൻറ്റിൽ ഭയങ്കര വിഷമമായി, ഇപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരാം, അന്നേരം നിങ്ങൾ പഴയതും കീറിയതിടുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഇവിടെ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് എത്രയോ ഞാൻ മറുപടി കൊടുത്തു. ഇനിയിപ്പം എനിക്ക് പറയാൻ വയ്യാത്ത കൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇട്ടത്. നിങ്ങൾ ആരെങ്കിലും ആ ഷോർട്സ് കാണാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഇടാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. എന്താണ് ഇവിടെ ഇങ്ങനെ ഇത്രയും ഇത്രയും ഈ ഒരു പെണ്ണ് എന്ന് ചിന്തിക്കാം, സഹോദരി എന്ന് ചിന്തിക്കുന്നവർ ചിന്തിക്കാം, എന്താണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്നുള്ളത്. ആ ലിങ്ക് നിങ്ങൾ കയറിയിട്ട് ആ ഷോർട്സും അതിലെ കമൻസും ഒന്ന് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്തിനാണ് ഇത്രയും വലിയൊരു വീഡിയോ എന്നുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു കാണാത്തവരുണ്ടാവില്ല, ഒരുവിധ ആളുകളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ ഞാൻ ഈ സംസാരിച്ചാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അതിലെ കമൻസ് കണ്ടിട്ട് എനിക്ക് മറുപടി കൊടുത്ത് മതിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പം എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരോടും പറയുകയാണ്, ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഞാനിവിടെ സംസാരിച്ചതിന് എനിക്ക് മറുപടി തന്നാൽ, അല്ലെങ്കിൽ ഓൾറെഡി ഈ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലായവർ മാത്രം എനിക്ക് മറുപടി തന്നാൽ മതി. എല്ലാവരോടും, അഥവാ ഇനി അന്യനാട്ടുകാർ ഇത് കൊടുത്തു പോലെ വെച്ച് ഇനി അഥവാ ഇനി ഇങ്ങനത്തെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാതെ നിൽക്കരുത്. കാരണം അത് അവരല്ല, അത് ദുരിതം അനുഭവിച്ചവരല്ല ഈ പറഞ്ഞ, അതിൻ്റെ ഇടയിലുള്ള ആളുകളാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, ബൈ.